Numbers chapter 22. Numbers chapter 22. 32. Sorry. 32. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സംഖ്യാ പുസ്തകം 32-ാം അധ്യായം. അതിൻ്റെ ആദ്യത്തെ 2 വാക്യം, പിന്നെ 3-ാം വാക്യം വായിക്കേണ്ട, 4-ഉം 5-ഉം വാക്യം. First 2 verses, then verses 4 and 5. The Reubenites and Gadites, who had very large herds and flocks, saw that the lands of Jazer and Gilead were suitable for livestock. So they came to Moses and Eleazar the priest and to the leaders of the community and said, "The land the Lord subdued before the people of Israel are suitable for livestock, and your servants have livestock. If we have found favor in your eyes," they said, "let this land be given to your servant as our possession. Do not make us cross the Jordan." മതി. പ്ലീസ് റീഡ് ഇൻ മലയാളത്തിലൂടെ വായിക്കാമോ? എന്നാൽ രൂബേന്യർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ യസർ ദേശവും ഗിലെയാദ് ദേശവും ആടുമാടുകൾക്ക് കൊള്ളാവുന്ന സ്ഥലം എന്ന് കണ്ടിട്ട് വന്ന് മോശയോടും പുരോഹിതനായ എലിയാസറിനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു. യഹോവ ഇസ്രായേൽ സഭയുടെ മുമ്പിൽ ജയിച്ചടക്കിയ ദേശം ആടുമാടുകൾക്ക് കൊള്ളാവുന്ന പ്രദേശം. അടിയങ്ങൾക്കോ ആടുമാടുകളുണ്ട്. അതുകൊണ്ട് നിനക്കടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരണം. ഞങ്ങളെ യോർദാനക്കരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. മോശ ഗാദ്യരോടും രൂബേന്യരോടും പറഞ്ഞത്, നിങ്ങളുടെ സഹോദരന്മാർ മതി. ഇനി വേഴ്സ് 16 നോക്കാമോ? സെയിം ചാപ്റ്റർ വേഴ്സ് 16. അപ്പോൾ അവർ അടുത്തു ചെന്ന് പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് തൊഴുത്തുകളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് പട്ടണങ്ങളും പണിയട്ടെ. മതി. English. Then they came up to him and said, "We would like to build pens here for our livestock and cities for our women and children." മതി. വളരെ പ്രധാനപ്പെട്ട ചില വാചകങ്ങൾ നിങ്ങളുമായിട്ട് ദൈവം എനിക്ക് പഠിക്കാൻ കൃപ നൽകിയ ചില സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. I would like to share some important facts from this portion which God has given me grace. വളരെ ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. Please listen very carefully. I would like to request your careful attention. ചാപ്റ്റർ 32-നകത്ത് 2 ട്രൈബിന്റെ പേരുണ്ട്, രൂബേൻ ആൻഡ് ഗാദ്. We can see in chapter 32 there are two tribes, Reuben and Gad. എന്നാൽ ഈ സംഭവം ചാപ്റ്റർ 32 മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഒരു ഗോത്രത്തിന്റെ ഹാഫ് പാർട്ടും ഈ വിഷയത്തിലുണ്ട്. ഒരു ഗോത്രത്തിന്റെ ഹാഫ് പാർട്ടും. We can see another tribe which is only half of that tribe is also part of this chapter. രൂബേൻ, ഗാദ് and Manasseh. Reuben, Gad and Manasseh. We can see that there are 2.5 tribes like Reuben, Gad and half of the tribe of Manasseh. ഇസ്രായേൽ മക്കളെല്ലാം അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തിയിലൂടെ ഈജിപ്തിൽ നിന്ന് കനാനിലേക്കുള്ള യാത്രയാണ്. Israelites were on the journey by miraculous way of God towards Canaan. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ഭുതകരമായ സാഹചര്യം ഓരോ ദിവസവും ദൈവം അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. God provided miraculous ways for each and every day to on their way to Canaan. ഞാൻ പല സൺഡേയിലും പ്രസംഗിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ആ യാത്രയിൽ അവർ എഴുതിയിരിക്കുന്ന ഒരു പാട്ടാണ് Psalm 91. On that journey they wrote, and that is one of the psalms we are reading in Psalms chapter 91. അഥവാ വിൽഡർനെസ്സിലൂടെ അവർ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവം അവരെ എങ്ങനെയാണ് സംരക്ഷിച്ചത് എന്നതിൻ്റെ ഒരു പാട്ട് രൂപമാണ് Psalm 91. When they were walking through the wilderness, how did God protect them? That is what we are reading in Psalms chapter 91. Praise the Lord. Amen. അങ്ങനെ ആ യാത്രയിൽ അവര് യോർദാന്റെ കര വരെ എത്തി. On that journey they almost reached to the rim of Jordan. യോർദാൻ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ കനാനാണ്. If they cross the Jordan river, they are going to enter into the land of Canaan. ഈജിപ്തിൽ ഇരുന്നപ്പോൾ ദൈവം അവരെ വിളിച്ചത് തന്നെ കനാനിൽ പോക എന്ന ultimate purpose ആയിരുന്നു. When they were in Egypt, God had the ultimate purpose for Israelites to bring them from Egypt to Canaan.
എന്നാൽ ചാപ്റ്റർ 32-ലെത്തിയപ്പോൾ നമ്പേഴ്സിൽ നമ്മൾ വായിക്കുന്നത് 2.5 ഗോത്രം പറയുക, ഞങ്ങൾക്ക് അപ്പുറേ പോകണമെന്നില്ല, യോർദാന്റെ ഇക്കര താമസിച്ചാൽ മതി. But on that journey, we can see that 2.5 tribes of Israelites are replying to Moses that we do not want to cross Jordan. We will stay here in the other side of Jordan. അവര് ഗിലെയാദ് എന്ന് പറയുന്ന ഒരു സ്ഥലം കണ്ടിഷ്ടപ്പെട്ടു. They saw a place called Gilead and they liked it. അതാണ് ചാപ്റ്റർ 32. That is the context of chapter 32. കുഞ്ഞുങ്ങൾക്കും ക്യാൻ യു ഫോളോ മീ? സിമ്പിൾ അല്ലേ? ഓക്കെ. അങ്ങനെ അവിടെ അവർ താമസിക്കാനുള്ള അനുവാദം മോശയോട് ചോദിക്കുന്നു. അവരവിടെ താമസിക്കുന്നു. They were requesting a permission from Moses to stay in the land of Gilead and they were provided that permission. അവരവിടെ താമസിക്കാനുള്ള കുറച്ച് ന്യായങ്ങൾ പറയുന്നുണ്ട്. They were giving certain explanations or reasons why do they want to stay in the land of that place, Gilead. ഞങ്ങൾക്ക് കാറ്റിൽസ് ഉണ്ട്. They were saying that we have plenty of cattle. അതുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറയ്ക്കും സർവൈവ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഗിലെയാഡ്. They were explaining that this Gilead is a big place. This land is good because the multitudes of cattle, we are able to stay here. നമുക്കറിയാം അന്നത്തെ ഒരുവൻ റിച്ച് ആണോ അല്ലയോ എന്ന് അളക്കുന്നത് പ്രധാനമായിട്ടും അവന്റെ മൃഗസമ്പത്തിനെ നോക്കിയാണ്. We all know that during that time period, a person can be counted as a wealthy man by looking at the cattle. അവർ പറയുക, ഞങ്ങൾക്ക് അവിടെ നല്ല രസമാണ്, എനിക്ക് പ്രസംഗിക്കാൻ ഒത്തിരി ഉണ്ട്, ഇത്രേ ഉള്ളൂ, നല്ല പുല്ലുണ്ട്, ഞങ്ങൾ ഇവിടെ താമസിച്ചോളാന്നാ പറഞ്ഞേ. They saw in that land a lot of grass. They said that this land of Gilead is good and enough for our multitudes of cattle. ഇവരുടെ പറച്ചില് കേട്ടാൽ ഈജിപ്തിൽ പുല്ലില്ലാഞ്ഞിട്ട് കർത്താവ് വരെ വിളിച്ചോണ്ട് വന്നാണെന്നാ തോന്നുന്നത്, അല്ലയോ? When they say like this, we could have imagined that they might have thought that in Egypt there won't be enough grass. In Canaan. In Canaan. അതായത് അല്പം കൂടെ സിമ്പിളായിട്ട് പറയാം. ഇവരുടെ ഈ മോശയോടുള്ള അപേക്ഷയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഗതി അവിടെ ഇല്ലായിരുന്നു, അവിടെ കഴിക്കാനും കുടിക്കാനും ഒന്നും ഇല്ലായിരുന്നു, ഇവിടെ വന്നപ്പോൾ എല്ലാം ഉണ്ട്, അതിനു വേണ്ടി തമ്പുരാൻ ഇങ്ങനെ കൊണ്ടുവന്നതാണെന്നാണ് ഇവർ ചിന്തിച്ചത്. They thought that since in Egypt they were not having enough grass and everything, so God brought them up to this place. So they are thinking that this land is enough for them. ഒരു ചോദ്യം കൂടെയും, അവിടുന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ ഇവരുടെ എന്താ ഉണ്ടായിരുന്നേ? I have one more question. When they started their journey, what did they have in their hand? അടിമവേലയായിരുന്നു. അന്ന് രാത്രിയിൽ അവർ സംഘടിപ്പിച്ച കുറച്ച് മുതലുണ്ടായിരുന്നു. They were slaves when they started their journey. They didn't have anything on their hands. ഓൺ ദ വേയിൽ ഉണ്ടായതാണ് ഇതെല്ലാം. Along their journey, they received it. They possessed almost everything currently what they have. അവിടുന്ന് ഇറങ്ങിയപ്പോ കാറ്റിൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. When they started their journey, they didn't have cattle. അവർക്ക് ഇതുപോലെ പണമോ സമ്പത്തോ സ്വത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. മരുഭൂമിയിൽ മറ്റെല്ലാവരും 91 സങ്കീർത്തനത്തിലെ കാര്യം ഓർത്താൽ മതി, വലത്തും ഇടത്തും ഒക്കെ മറ്റ് പ്രയാസങ്ങളാൽ ആളുകൾ കഷ്ടപ്പെടുമ്പോൾ ഒരു ഗ്രൂപ്പ് സേഫായിട്ട് യാത്ര ചെയ്യുന്നു. ആ യാത്രയിൽ തമ്പുരാൻ കൊടുത്ത നന്മകളാണിതെല്ലാം. When they started their journey, they didn't have anything. But during their journey, when the thousands fall on the side and 10,000 fall on the other side, but God provided them during those journey all this great multitude of ഈ cattle. നന്മയെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ കനാനിൽ പോയില്ലേലും കുഴപ്പമില്ല, സുഖമായിട്ട് താമസിച്ചാൽ മതി എന്ന പരുവായി. When they saw this great amount of wealth, they thought that there is no need to go to the land of Canaan. They could have stayed this place. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെക്കാൾ ലഭിച്ചതിനെ സ്നേഹിച്ചു എന്നതാണ് ഒരു പരാജയം. There is a failure. We can see that they were loving the possessions more than God. നല്ലൊരു എക്സാമ്പിളാണ് ഇയ്യോബിന്റെ ഭാര്യ. ദൈവത്തെക്കാൾ നന്മയെ സ്നേഹിച്ചുകൊണ്ടാണ് പോയപ്പോൾ ദൈവത്തെ തള്ളിക്കളഞ്ഞത്. Another good example who loved their possession than God is wife of Job. എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളൂ, കനാനെ പറ്റിയുള്ള നമ്മുടെ വിഷൻ ക്ലിയർ അല്ലെങ്കിൽ ഗിലെയാദ് ഇഷ്ടപ്പെട്ടു എന്നതിനകത്ത് അതൊരു വലിയ കാര്യമൊന്നുമല്ല.
if we lost our vision towards Canaan, if you love Gilead, that is not a big thing for you. ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനം ഇല്ലാത്ത ഒരുവൻ ഇവിടെ കേവലം ഒരു അൺകൺവേർട്ടഡ് ആയിട്ട് ചർച്ചയിൽ വരുന്നത് വലിയ അത്ഭുതമൊന്നുമായിട്ട് കാണണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. If you do not have a fear or the true knowledge of God, but then there is no point of view to come to the church and to worship Him. ഈ ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചേക്കുന്നൊരു പാസേജാണ്, വരുന്ന ആഴ്ചകളിൽ പ്രസംഗിക്കുമായിരിക്കും. 2 തിമോത്തി ചാപ്റ്റർ 4 ഒരു വാക്യമുണ്ട്. തിമോത്തിയോസിനോട് പറയുക സുവിശേഷകന്റെ വേല ചെയ്യുക എന്ന് പറയുന്നുണ്ട്. 2 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 1 to 5 In 2 Timothy chapter 4 verses 1 to 5, we can see that Paul was urging Timothy to preach the word of God. അർജുനല്ല, കമാൻഡിങ്. He is commanding to do the work of a minister. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല, അപ്പോസ്റ്റോലിക് അതോറിറ്റി എന്നുള്ള വാക്കൊക്കെ ഞാൻ പറയില്ലായിരുന്നു. കമാൻഡ് ചെയ്യാണ്, സുവിശേഷം പ്രസംഗിക്കണം. എവിടാന്ന് ചോദിച്ചാൽ സഭയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. He was giving a command to preach the word inside the church. എന്താ സഭയിൽ സുവിശേഷം പ്രസംഗിക്കണ്ടേ? Why do we need to be preached gospel inside the church? Unconverted people are in the church. അതാണ് അതിന്റെ അർത്ഥം. Because still inside the church there are a group of unconverted people. അതൊരു സത്യമല്ലേ? നമ്മൾ ഇനി കണ്ണടച്ചിരിട്ടാക്കിയാലും that is a fact. That is a reality that a group of unconverted people are still in the congregation. അതെ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വരിക. ഇവിടെ ഈ 2.5 ഗോത്രം ഗിലെയാദിൽ താമസിക്കാൻ തീരുമാനിക്കുന്നു. Here we can see in the context 2.5 tribes of Israel were deciding to stay in the other side of Jordan. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, കനാനെ പറ്റിയുള്ള കാഴ്ചപ്പാടില്ലെങ്കിൽ ഇതെല്ലാം ഇഷ്ടപ്പെടും. The important fact is, if you lost vision about Canaan, then we would all love the beauty and the things of this world. ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയാത്തവന് മറ്റു പലതിലും സന്തോഷിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. The meaning is, if you are unable to enjoy in the presence of the Lord, we would be able to enjoy with many other things on this earth. ആത്മീയത്തിൽ, ദൈവത്തിൽ, ദൈവവചനത്തിൽ സന്തോഷിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? Just to think that, are we able to enjoy in the scripture or the presence of the Lord? സ്തോത്രം. Hallelujah. കനാന്റെ ഗ്ലോറി പറയുന്ന 2 വാക്യം ഞാനൊന്ന് കാണിച്ചു തരാം. 2 നിരവധി എനിക്കറിയാം. 2 വാക്യം കാണിച്ചു തരാം. I would like to show you the glory of the promised land, the Canaan. Just to show two verses. Yeah. To show the എസെക്കിയേൽ 20 verse 6 മാത്രം നോക്കിയേ പെട്ടെന്ന്. എസെക്കിയേൽ 20 verse 6. എസെക്കിയേൽ 20-ാം അധ്യായം 6-ാം വാക്യം. Somebody please read fast. സ്തോത്രം, സ്തോത്രം. ആ പദം കണ്ടോ? ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരിക്കുന്നതും സർവദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതും. 2 പ്രയോഗം അവിടെ ഉണ്ട്. ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരിക്കുന്ന ദേശം. 2 സർവദേശത്തിനും മഹത്വമായിരിക്കുന്ന ദേശം. We can see 2 phrases about the land of Canaan. A land that I had searched out for them. The second one is, which is the glory of all lands. എത്ര മനോഹരമാണല്ലേ കനാന്റെ ഭംഗി വർണ്ണിക്കുന്ന ആ വാക്യം. How beautiful it is, the proclamation about the beauty of Canaan. ചില പിതാവ് അല്ലെങ്കിൽ പേരൻസ് ഇഷ്ട മക്കൾക്ക് വേണ്ടി പ്രത്യേക സ്ഥലമൊക്കെ കൊടുക്കണമെന്ന് നോക്കി വെക്കാറുണ്ട്. ഉണ്ട്. There are certain parents who look for certain land, piece of land to provide their favorite child. എന്നാൽ സമയത്തിന് മുമ്പേ എനിക്കുള്ളത് തരണമെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോകുന്ന മക്കളും ഉണ്ട്. There are certain kids also, even before the time, proper time, kids usually beg the possession from their parents and usually take it away from them and leave. പിന്നീട് അപ്പന്മാര് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവൻ അത് കൊടുക്കാൻ വെച്ചിരുന്നതല്ല, അവന് ഞാൻ വേറെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. But the parents later on told the kids that I was not preparing to give you that land. I was set apart certain other things for you. ഉദാഹരണം, ഗിലെയാദിൽ താമസിച്ച് 2 ഗോത്രത്തോട് ചേരുന്നുണ്ടോ? നിങ്ങൾ എൻ്റെ ഒപ്പം വരുന്നില്ലയോ? Gilead. ഞാനിപ്പോ പറഞ്ഞ ഉദാഹരണം ഗിലെയാദിലെ 2.5 ഗോത്രവുമായിട്ട് ചേരുന്നുണ്ടോ?
Is there any comparison between these 2.5 tribes of Israel and the other things I mentioned? ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളും ഉണ്ട്. The example which I just mentioned. ഓക്കെ, ഞാൻ പെട്ടെന്ന് പോകാം. രണ്ട് പ്രത്യേകത. നോക്കി വെച്ചിരുന്ന ദേശം സകല ദേശത്തിനും മഹത്വമായിരുന്ന ദേശം. The two important facts about the promised land is God had searched out for them, and the second point is which is the glory of all lands. ഒരു പ്രത്യേകത നിങ്ങളുടെ ഞാൻ കനാനെ പറ്റി കാണിച്ചു തരാം. Deuteronomy 11 and 12. Deuteronomy 11 and 12. ആവർത്തനം 11-12. നിങ്ങൾ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാവുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. എത്ര മനോഹരവാക്യം അല്ലേ? ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ കണ്ണുള്ള ദേശം. The land where the eyes of the Jehovah your God are always upon it from the beginning of the year even unto the end of the year. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈജിപ്തിൽ നിന്ന് വിളിച്ചിറക്കിയത് ഈ ദേശത്ത് കൊണ്ടുപോകാനായിരുന്നു. So they were called out from Egypt to bring them or to reach the promised land. എന്നാൽ യാത്രയിലുണ്ടായ നന്മ കനാന്റെ കാഴ്ചപ്പാട് മറയപ്പെട്ടെന്നുള്ളതാണ്. But during their journey, the possessions they possessed lost the vision towards the promised land. ഞാൻ വളരെ പരമാർത്ഥതയോടെ ചോദിക്കട്ടെ, നമുക്കെങ്ങനെ നമ്മുടെ ഭാവിയെ പറ്റി നിത്യജീവനെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്ന് ഒരാത്മപരിശോധന വചനങ്ങളിൽ നമ്മൾ നടത്തണം. I would like to request you all, please think about yourself or myself. How is my journey and how is my vision on my journey? എത്ര അത്ഭുതകരമായിട്ടാണ് അവരെ വിളിച്ചത്. ഒറ്റ രാത്രി കൊണ്ട് കൂട്ടക്കുരുതി നടത്തി തമ്പുരാൻ അവരെ വെളിയിൽ കൊണ്ടുവരികയായിരുന്നു. യാത്രയിൽ വേണ്ടതെല്ലാം കൊടുത്തു. പക്ഷേ വന്ന് ജനം പറയുകയാണ്, ഞങ്ങൾ ഇവിടെ പാർത്തോളാം, കനാൻ ഞങ്ങൾക്ക് വിഷയമല്ല. How miraculously they were escaped, they were brought out from the land of Egypt, and on their way also how wonderfully they were provided, but still they lost that vision and they were saying that it is enough for us this place of Gilead instead of the land of Canaan. ഇവർക്ക് സംഭവിച്ച അടുത്ത തെറ്റ്, The next failure happened to these 2.5 tribes. എന്തിനാണ് ദൈവം വീണ്ടെടുത്തത് എന്ന് മറന്നുപോയി. They forgot why did God redeem them. Are you following me? ലക്ഷ്യം തെറ്റിപ്പോയി. Their objective, their purpose, they lost it. ഇതെല്ലാം വിശദമാക്കേണ്ടതാണ്. പക്ഷേ ഒരസ്ത്രം കണക്കെ എൻ്റെ ഹൃദയത്തിൽ ഇത് തറയ്ക്കണം. We have to be very careful and it should pierce our heart and to think the purpose of our journey. Praise the Lord. Hallelujah. ഇവരുടെ അവസ്ഥ എവിടെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ അടിമത്തം എങ്ങനെയായിരുന്നു, ഇതെല്ലാം നമുക്കറിയാം. Where were they beforehand? What was their slavery? We all know about all their past. അന്ന് ഈജിപ്തിലിരുന്ന് കരഞ്ഞപ്പോ ദൈവം പറയുക, ഞാൻ അവരുടെ കണ്ണുനീര് കണ്ടു, അവരുടെ നിലവിളി കേട്ടു എന്ന് പറഞ്ഞ് ആ രക്തത്തളിയും എന്താ പറയുക, ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴിയിലൂടെ വീണ്ടെടുത്തതാ. പക്ഷേ യാത്രയിൽ ലക്ഷ്യം മറന്നുപോയ 2 ഗോത്രം. When they were in the land of Egypt, when they cried out loudly, God heard their cry and saw their tears and redeemed them. But during their journey, God's providence made them to forget the purpose of their calling, the land of Canaan. ദൈവം തന്ന ദാനങ്ങളിൽ കണ്ണ് നട്ട് ദൈവത്തെ മറന്നുപോയി. അതാണ് They are forgetting God, but instead of giving more importance to the gifts they received through God. 2.5 ഗോത്രം. The 2.5 tribes. എനിക്ക് വിവരിക്കാൻ സമയമില്ല. അടുത്ത ഒരു പ്രധാനപ്പെട്ട പരാജയം കൂടെ ഞാനൊന്ന് പറയാം. I would like to explain the next another important failure steps of them. ഇതിനോട് ചേർക്കാവുന്ന മനോഹരമായ ഒരു ഉദാഹരണമാണ്, മറന്നു പോകരുത്, ലോത്ത് തെരഞ്ഞെടുത്ത സ്ഥലം. You should not forget about the Lord's choice. We can compare Lord's choice with respect to this 2.5 tribes' choice. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് എന്ന് പറഞ്ഞ് അബ്രഹാമും ലോത്തുമായിട്ട് പിരിയുന്ന ഒരു സംഭവം ഉണ്ടാകും.
Abraham and Lot were departed by saying like this, if you go to the left, Abraham told that I will take right. തന്റെ ഭാവി നോക്കി സെലക്ട് ചെയ്തതാണ് ലോത്തെല്ലാം. But Lot looked forward and looked to the future, and Lot purposely chose the place he wanted. കൽത്തൂണായി നിൽക്കുന്ന ലോത്തിന്റെ ഭാര്യ നമുക്കൊരു മുന്നറിയിപ്പാണ്, മറന്നുപോകരുത്. A warning is in front of us, Lot's wife's pillar. Praise the Lord. Amen. ലക്ഷ്യം മറന്നുപോയി. He also forgot the objective, the purpose of his calling. നമ്മുടെ പർപ്പസ് എന്താ സഭായോഗത്തിന് വരുന്നതിന്റെ? What is the purpose of attending a church service? നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്നതിന്റെ പർപ്പസ് എന്താ? What is the ultimate purpose of taking a fasting? വചനം പ്രസംഗിക്കുന്നതിന്റെ പർപ്പസ് എന്താ? What is the objective of preaching the word of God? ലക്ഷ്യം മറക്കരുത്. We should not, never ever forget the calling. Praise the Lord. Hallelujah. ഒന്നാമത്തെ മിസ്റ്റേക്ക് നമ്മളിൽ പലർക്കും അറിയാതെ ഉണ്ട്. ആ സത്യം ഞാൻ മറച്ചു വെക്കുന്നില്ല, അതൊരു ഫാക്റ്റാണ്. We can see that this failure, the failure point we may all have. Please do not forget and keep that as a warning. രണ്ടാമത്തെ മറ്റൊരു പരാജയം, The next failure, അവർക്കുള്ള അവകാശം അവര് തന്നെ ചൂസ് ചെയ്തു എന്നതാണ്. they are picking their own position, or they are selecting. അങ്ങനല്ലേ അവര് പറയുന്നത്, ഞങ്ങൾ ഇവിടെ കൂടാരം അടിച്ചോട്ടെ എന്നല്ലേ ചോദിക്കുന്നത്? They were asking Moses, can we make a tent over here and stay this place? എന്തുകൊണ്ടാണ് ഇസ്രായേൽ കനാനിൽ പോയിരിക്കണമെന്ന് തമ്പുരാന് നിർബന്ധമുള്ളത്? Why did God is insisting that Israelites should reach the land of Canaan? ഇവരെ നോക്കി ജാതികൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവരെ പോലെ ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? Because the Gentiles looking at the Israelites' journey and said once upon a time that how great, such a great nation who had God always with them. ജാതികളുടെ ഇടയിൽ താമസിക്കുന്നതിന് തമ്പുരാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ജാതികളുടെ വഴി നിങ്ങൾ പഠിക്കരുത്. When God called Israelites, He mentioned and instructed Israelites, do not ever learn the way of the Gentiles. കുഞ്ഞുങ്ങളെ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എല്ലാം കൊണ്ടും ഡേർട്ടിയാണ് നമുക്കറിയാം. പക്ഷേ തിരുവെടുത്ത് പറയുക, ആ വഴി ഞാൻ പഠിക്കരുത്. My dear little children, we always be careful. We are living in a land of dirtiness or filthiness. But please do not follow the way of this world. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെയാണ് വേർപാട്, സെറ്റപ്പാർട്ട് എന്ന തിരുവെഴുത്തിന്റെ അർത്ഥം. In a simple way, I would like to let you all know that this is the principle which is called set apart. Praise the Lord. Amen. Hallelujah. നാലാം സങ്കീർത്തനം 4:3 ഒന്ന് വായിച്ചു നോക്കിയ വാക്യം നമുക്കറിയാവുന്ന വാക്യ. If you go to Psalms, book of Psalms chapter 4 verse 3, we can see that. മതി ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിച്ച വാക്യം. Know that the Lord has set apart the godly for himself. Amen. Hallelujah. ആ വാക്യം കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, എൻ്റെ ടീനേജേഴ്സ് ഒന്ന് പറഞ്ഞു നോക്കിയേ. Know that. Please repeat after this verse. Can you repeat with me? Know that Know the that Lord has set apart the godly for himself. the Lord has set apart the godly for ഈ himself. ബോധ്യം കോളേജിൽ പോയാലും സ്കൂളിൽ പോയാലും എൻ്റെ അകത്തുണ്ടായിരിക്കണം. Wherever you go, if you go to a school or if you go to a college, always bear that in your mind. The Lord has set apart the godly for himself. പേരൻസ് കഷ്ടപ്പെട്ട് ഈ രാജ്യത്ത് വന്നതാണ്, നിങ്ങൾക്കെല്ലാം റിച്ച് ആയിട്ടുണ്ട്. Parents toiled a lot, they suffered a lot of hardship, but so you have everything plenty. 40-50 വർഷം മുമ്പ് വന്ന പേരൻസിനോട് ചോദിച്ചു നോക്കണം, അന്ന് ഒരു ബർഗർ കഴിക്കാൻ പൈസ ഇല്ലാതെ 4 മുറിച്ച വീട്ടുകാർ എൻ്റെ കുടുംബക്കാർ അമേരിക്കയിലുണ്ട്. If you check back with your parents, many parents who came years before, when they purchased with $1 a burger, they couldn't have enjoyed the whole burger because of the lack of money. They enjoyed only quarter of it. ഓൾമോസ്റ്റ് എല്ലാവരും വന്നത് ദൈവവചനം കൊണ്ട് ഇവിടെ വന്നവരാണ്. Almost majority of the Keralites came to this land by bringing or learning the word of God. Praise the Lord. ഇപ്പോൾ എല്ലാം ഉണ്ട്, സഫിഷ്യന്റ് ആണ്.
Now we have everything plenty and we are sufficient. ലക്ഷ്യം മറന്നു പോകരുത്. But do not ever forget the purpose of our calling. ഖനാനല്ലാതെ ഒരു ഇൻഹെറിറ്റൻസും ചൂസ് ചെയ്യരുത്. Do not ever choose instead of Canaan. നമ്മളെ നോക്കി മറ്റുള്ളവൻ പറയണം ഇതുപോലെ ശ്രേഷ്ഠജാതി ഏതുള്ളൂ. Others, our friends should say that by looking at us, they should say, what a God, such a great nation or the group, they have such a great God with them. എന്നിട്ട് പറയണം യഹോവ ഭക്തനെ Hallelujah. തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. Then always say in your mind that God hath set apart for himself the righteous. സ്തോത്രം. Hallelujah. ഇനി നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കേണ്ടതെന്നോട് ഒരു 3 കാര്യം പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. മനോഹരമായ ഒരു വാക്യം, സോങ് ഓഫ് സോളമൻ ചാപ്റ്റർ 4 വേഴ്സ് 12. ഉത്തമഗീതം 4-ാം അധ്യായം 12-ാം വാക്യം. How do we want to live on this earth? ആ, ഒരു പ്രയോഗം ഉണ്ടോ? എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, സഭയായിട്ട് അങ്ങ് സാദൃശ്യപ്പെടുത്തിക്കോളൂ. കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം. ആ, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, അടച്ചിരിക്കുന്ന ഒരു നീരുറവ. ആ, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ്, എ സീൽഡ് ഫൗണ്ടെയിൻ. 3 വാക്ക് അവിടെ കണ്ടോ? സ്തോത്രം. 3 phrases we can see: a private garden, a secluded spring, and a hidden or sealed fountain. ഇതാണ് വീണ്ടെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിന്റെ ശൈലി. This is the pattern of a group of people who is following the word of God. എല്ലാരും 4:12 നോട്ടീസ് ചെയ്യണം. You all should note Song of Solomon chapter 4 verse 12. കെട്ടിയടച്ച തോട്ടം It is a private garden. എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ? ഇത് ഫോറസ്റ്റ് അല്ലെന്നർത്ഥം. This is not a property which is like forest. ഇതിനൊരു ഉടമസ്ഥനുണ്ടെന്നാണ് അർത്ഥം. There is an owner for this garden. മറ്റ് പ്ലേസസുമായിട്ട് ഇതിനൊരു സെപ്പറേഷൻ ഉണ്ടെന്നാണ് അർത്ഥം. There is a separation for this garden with respect to other. അതാണ് ലോക്കൽ സഭ കെട്ടിയടച്ച തോട്ടം. That is what a local church, which is a private garden. അങ്ങനെയെങ്കിൽ ആരാ ന്യൂ ടെസ്റ്റമെന്റിലെ സഭ? എ പേഴ്സൺ വിത്ത് ക്രൈസ്റ്റ് ഈസ് ചർച്ച്. Who is church? A person with Christ is church. അങ്ങനെയെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ എ പേഴ്സൺ വിത്ത് ക്രൈസ്റ്റ് ഈസ് ചർച്ച്. So whenever you go, wherever you go, bear that in your mind. A person with Christ is church. Praise the Lord. Amen. കെട്ടിയടച്ച തോട്ടം. He or she is a private garden. രണ്ടാമത്തേത് ആ വാക്ക് നിങ്ങൾ കണ്ടോ? സ്പ്രിംഗ് എൻക്ലോസ്ഡ്, അടച്ചിരിക്കുന്ന നീരുറവ. A secluded spring. എന്താ അതിന്റെ അർത്ഥം എന്ന് അറിയാമോ? Do you know what is the meaning of that? ഒരു ഫിൽത്തിനെസിനും അനുവാദം ഇല്ലെന്നാ. There is no place to enter any filthiness into this pure. ഒരു മലിനജലവും അങ്ങോട്ട് കയറാൻ പറ്റിയല്ല. No filthy water will enter into this pure spring. പിന്നെ ഈ പ്യുവർ സ്പ്രിംഗിൽ നിന്ന് പ്യുവർ വാട്ടറെ പുറത്തോട്ട് പോകാവുള്ളൂ. Then from this spring, out of it is overflowing pure water. ശ്രേഷ്ഠജാതി. A great nation. പ്രൈസ് ലോർഡ്. എമ്മി കാർമൈക്കിൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഗ്ലാസ് മധുരപാനീയത്തിൽ നിന്ന് ഒരു തുള്ളി കയ്പ് നീര് പോലും താഴെ വീഴുകയില്ല. നോട്ട് എ ഡ്രോപ്പ് ഓഫ് ബിറ്റർ വാട്ടർ വിൽ സ്പിൽ ഔട്ട് ഓഫ് എ ഗ്ലാസ് ഓഫ് സ്വീറ്റ് വാട്ടർ. അതാണ് ക്രിസ്തീയ ജീവിതം. കെട്ടിയടച്ച തോട്ടം. 2 അടച്ചിട്ടിരിക്കുന്ന നീരുറവ. This is a church or a person who is belonging to God. He or she is a private garden and a secluded spring. മുദ്രയിട്ട കിണർ. It is hidden but sealed fountain. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? Do you know what is the meaning of that? വീണ്ടെടുപ്പിനായിട്ട് ഹോളി സ്പിരിറ്റിനാൽ സീൽ ചെയ്തവരാണ് നാം ഓരോരുത്തരും. ഇതാണ് നമ്മുടെ ലക്ഷ്യം. Hallelujah. So we all are called for a redemption. So we all are sealed for that redemption. നീ കോളേജിൽ പോയി നിങ്ങൾ ഏത് പ്രൊഫഷനിലെത്തിയാലും ഇതാണ് നമ്മുടെ പ്രമാണം. Wherever you go, if you go to college and attending some, if you have some position, this is our inheritance. You are a fountain which is sealed. കൾച്ചറിനനുസരിച്ച് വചനം വ്യാഖ്യാനിക്കാൻ അനുവാദമില്ല. Do not interpret the word of God according to the culture. കഴിഞ്ഞ 2000 വർഷമായിട്ട് ജീവൻ കൊടുത്ത് വിശുദ്ധന്മാര് സൂക്ഷിച്ച തിരുവെഴുത്താണ് നമ്മുടെ ഇരിക്കുന്നത്. The scripture which we are carrying, a few saints which gave their life from the previous 2000 years. Praise Lord. Amen. ഞാൻ Hallelujah. പറഞ്ഞ കാര്യം മനസ്സിലായി എന്നാണ് ഞാൻ Praise the വിചാരിക്കുന്നത്. Lord. Hallelujah. സ്തോത്രം. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ
ഒരു വാക്യം കൂടെ വായിച്ച് നിർത്തുകയാണ്. ഇവിടെ ഗിലെയാദിൽ താമസിച്ച തലമുറയുടെ അവസാനം കൂടെ നമുക്കൊന്ന് നോക്കാം. ഹോശയ 6:8. ഹോസയ 6 അധ്യായം 8 വാക്യം. വാട്ട് ഈസ് ദർ എൻഡ് ദിസ് 2.5 tribes? ഹോസയ 6:8. Yeah. ഗിലെയാദ് അകൃത്യം പ്രവർത്തിക്കുന്നവരുടെ പട്ടണം. ആ അത് രക്തം കൊണ്ട് മലിനമായിരിക്കുന്നു. ആ പതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ ഒരു കൂട്ടം പുരോഹിതന്മാർ ശെഖേമിലേക്കുള്ള വഴിയിൽ കുല ചെയ്യുന്നു. അതേ, അവർ ദുഷ്കർമ്മം ചെയ്യുന്നു. മതി മതി, നിങ്ങൾ വായിച്ചോളൂ. 2.5 ഗോത്രത്തിന്റെ ഭാവിയാണ് ആ വാക്യം. So we can see that the future of the 2.5 tribes who stayed in Gilead. അങ്ങനെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതാ വേണ്ടെന്നുള്ള കാര്യം. If that is so, you have the ability to choose. സ്തോത്രം. Amen. മറന്നു പോകരുത്. Hallelujah. Please do not forget. ആ 3 വാക്കുകൾ കെട്ടിയടച്ച തോട്ടം. This is a private garden. രണ്ടാമത്തേത് അടച്ചിട്ടിരിക്കുന്ന നീരുറവ. A secluded spring. 3 മുദ്രയിട്ട കിണർ. A sealed well. സ്തോത്രം. Sealed fountain. ലക്ഷ്യം ഖനാനാണ്, നമ്മുടെ കർത്താവാണ്, നമ്മുടെ നാഥന്റെ വരവാണ്. അതിനേക്കാൾ കുറഞ്ഞൊരു ക്രിസ്തീയ ജീവിതം നമുക്ക് വേണ്ട. Our aim and our purpose is the promised land or the coming of our Lord Jesus Christ. Please do not take any other thing than His will. പാട്ടുപാടാൻ സമയമില്ല, കണ്ണുകൾ അടയ്ക്കാം.